ഖലീൽ അൽ-ഹയ്യയെ പുതിയ തലവനായി ഫലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് തെരഞ്ഞെടുത്തത് അപ്രതീക്ഷിതമായി. ഖലീൽ പദവിയിലേക്ക് എത്തിയത് ശക്തമായ പോരാട്ടത്തിനൊടുവിലാണ്. 2024 ഒക്ടോബറിൽ ഗസയിൽ വച്ച് ഇസ്രായേൽ സൈന്യം വധിച്ച യഹ്യ സിൻവാറിന് പകരക്കാരനായാണ് ഹയ്യ സ്ഥാനമേൽക്കുന്നത്. നേരത്തെ ഗസയിലെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിദേശത്തിരുന്ന് ഏകോപിപ്പിച്ചിരുന്ന ഹയ്യ 3 വർഷത്തോളമായി തുടരുന്ന കടുത്ത യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നുവന്ന തീവ്ര വിഭാഗത്തിന്റെ പ്രതിനിധിയായാണ് അറിയപ്പെടുന്നത്. യഹ്യ സിൻവാറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം മുൻ നേതാവ് ഇസ്മയിൽ ഹാനിയയുടെ രാഷ്ട്രീയ നിലപാടുകളുടെ തുടർച്ചക്കാരനായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടന്ന പരോക്ഷ വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസ് സംഘത്തെ നയിച്ചതിലൂടെയാണ് ചീഫ് നെഗോഷിയേറ്റർ കൂടിയായ ഹയ്യ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുന്നത്. അടുത്ത കാലത്തായി ഹമാസിന്റെ നയതന്ത്ര രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതും അദ്ദേഹമായിരുന്നു. 2025 സെപ്റ്റംബറിൽ ഖത്തർ ആസ്ഥാനമായ ദോഹയിൽ വെച്ച് ഹമാസ് നേതാക്കൾ പങ്കെടുത്ത യോഗത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിന്ന് 65-കാരനായ ഹയ്യ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എന്നാൽ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ 5 ഹമാസ് അംഗങ്ങളും ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടിരുന്നു. 2023 ഒക്ടോബർ 7-ലെ ആക്രമണത്തിന്റെ സൂത്രധാരരെ ലക്ഷ്യമിട്ടാണ് പ്രത്യാക്രമണം നടത്തിയതെന്നായിരുന്നു അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വിശദീകരണം. ഗസയിൽ വെച്ച് ഹയ്യയെ വധിക്കാൻ ഇസ്രായേൽ നടത്തിയ മുൻ ശ്രമങ്ങളിൽ അദ്ദേഹത്തിന്റെ മറ്റ് 2 മക്കൾ കൂടി കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് മെയ് മാസത്തിൽ ഗസയിൽ നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 4ാമത്തെ മകനും കൊല്ലപ്പെടുകയുണ്ടായി. ഇത്തരത്തിൽ കടുത്ത വ്യക്തിപരമായ നഷ്ടങ്ങൾ സഹിച്ചാണ് അദ്ദേഹം സംഘടനയുടെ അമരത്തേക്ക് എത്തുന്നത്. സംഘടനയുടെ ഭാവി നിലപാടുകളെ ചൊല്ലി അംഗങ്ങൾക്കിടയിൽ ഉടലെടുത്ത കടുത്ത ഭിന്നതകൾക്കൊടുവിൽ 2 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിലൂടെയാണ് ഹയ്യയെ ഗവേണിംഗ് കൗൺസിൽ തെരഞ്ഞെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ മുൻ രാഷ്ട്രീയകാര്യ തലവൻ ഖാലിദ് മഷാൽ കൂടുതൽ വോട്ട് നേടിയതും ജയിക്കാൻ ആവശ്യമായ വോട്ട് വിഹിതം ലഭിക്കാത്തതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് 2ാം ഘട്ടത്തിലേക്ക് നീളുകയായിരുന്നു. ഹമാസിന്റെ ആഭ്യന്തര ചട്ടങ്ങൾ അനുസരിച്ച് 69 അംഗ ഇലക്ട്രൽ കോളേജിൽ കുറഞ്ഞത് 36 പേരുടെയെങ്കിലും പിന്തുണ ലഭിച്ചാൽ മാത്രമേ സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. തുടർന്ന് നടന്ന റൺ ഓഫ് വോട്ടെടുപ്പിൽ ഖാലിദ് മഷാലിനെ മറികടന്ന് ഹയ്യ വിജയം ഉറപ്പിക്കുകയായിരുന്നുവെന്ന് ഫലസ്തീൻ നയതന്ത്ര വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഹമാസ് ഇപ്പോൾ കടന്നുപോകുന്നത്. ഇസ്രായേൽ, അമേരിക്ക, UK തുടങ്ങിയ രാജ്യങ്ങൾ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ഹമാസിന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തെ ഇസ്രായേൽ ആക്രമിച്ച് വധിക്കുകയും ഭരണ സംവിധാനങ്ങൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കടുത്ത പോരാട്ടവും നാശനഷ്ടങ്ങളും ഹമാസിന്റെ മുൻപോട്ടുള്ള പ്രയാണത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഭാവി തന്ത്രങ്ങളെ ചൊല്ലി ഹമാസിനുള്ളിലെ നയരൂപീകരണ വിഭാഗത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാണ്.